നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ത്യയിലെ വലിയ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടുവന്ന ഒരു വാഹനമാണ് ന്യൂ ജനറേഷൻ താർ. താറിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം അത് 3 ഡോർ ആയിരുന്നു എന്നുള്ളതാണ്. പിന്നിലേക്ക് കയറണമെങ്കിൽ ഒരല്പം ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ എപ്പോഴാണ് ഒരു 5 ഡോർ വാഹനം വരുന്നത്, അല്ലെങ്കിൽ കൂടുതൽ എളുപ്പത്തിൽ പിൻഭാഗത്തേക്ക് കയറാൻ പറ്റുന്നൊരു വാഹനം വരുന്നത് നോക്കിയിരിക്കുകയായിരുന്നു ഇന്ത്യക്കാർ. അങ്ങനെ ഇരിക്കുമ്പോൾ 2024 സെപ്റ്റംബറിൽ മഹീന്ദ്രയുടെ താർ റോക്സ് എന്ന വാഹനം വന്നു. അതാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. ഇത് ഇന്ത്യയിലെ ഏറ്റവും വേഗത്തിൽ 1,00,000 യൂണിറ്റുകൾ വിറ്റഴിഞ്ഞ മഹീന്ദ്രയുടെ ഒരു വാഹനം കൂടിയാണ്. അതായത് 2024 സെപ്റ്റംബറിൽ ജനിക്കുകയും 2026 ജനുവരിയിൽ 1,00,000 യൂണിറ്റുകൾ വിൽക്കുകയും ചെയ്തു. ഇപ്പോഴും പ്രതിമാസം 6,000 യൂണിറ്റോളം വിൽക്കുന്നുണ്ട് താർ റോക്സിൻ്റേതായിട്ട്. എന്ന് മാത്രമല്ല, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനമായ 3 ഡോർ താറിനെ കവച്ചു വെച്ചുകൊണ്ട് 68% വിൽപ്പനയും താറിൻ്റെ ബ്രാൻഡ് നോക്കുകയാണെങ്കിൽ നേടിക്കൊണ്ടിരിക്കുന്നത് താർ റോക്സാണ്. അപ്പോൾ ഇപ്പോൾ എന്താണ് രാവിലെ ഈ കഥയൊക്കെ പറയുന്നത് ചോദിക്കുകയാണെങ്കിൽ, ഏറ്റവും പുതിയ ഒരു എഡിഷൻ വന്നിട്ടുണ്ട്. സ്റ്റാർ എഡിഷൻ എന്നാണ് റോക്സിൻ്റെ ഈ ഒരു പുതിയ വേരിയൻറ്റിൻ്റെ പേര്. ആ വാഹനമാണ് നമ്മോടൊപ്പം ഉള്ളത്. ആദ്യകാലത്ത് നമ്മൾ താറ് കണ്ടപ്പോൾ കണ്ട 1-2 ചെറിയ പ്രശ്നങ്ങൾ ഒഴിവാക്കി, എന്നാൽ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ ഒഴിവാക്കിയൊക്കെ വന്നിരിക്കുന്ന ഒരു വാഹനമാണിത്. എന്തൊക്കെയാണെന്ന് വിശദമായിട്ട് നമുക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈജു നായർ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. താർ റോക്സിൻ്റെ AX7L എന്ന് പറയുന്ന ഏറ്റവും ടോപ്പ് എൻഡ് വേരിയൻറ്റിലാണ് സ്റ്റാർ എഡിഷൻ ജനിച്ചിരിക്കുന്നത്. പക്ഷേ ചില കാര്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ, പ്രധാനമായിട്ടും ഇത് റിയർ വീൽ ഡ്രൈവ് ആണ് എന്നുള്ള കാര്യമാണ്. അതായത് ഓൾ വീൽ ഡ്രൈവ് അല്ലെങ്കിൽ 4 വീൽ ഡ്രൈവ് ഇല്ല. അതിനൊരു കാരണം എന്ന് ചോദിച്ചാൽ, ഞാൻ ഇടയ്ക്ക് മറ്റൊരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരിക്കലും മെഴ്സിഡസ് ബെൻസിൻ്റെ മാനേജിംഗ് ഡയറക്ടറോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ബെൻസിൻ്റെ പല വാഹനങ്ങളിലും ഓൾ വീൽ ഡ്രൈവ് ഒഴിവാക്കാനുള്ള കാരണമായിട്ട് അദ്ദേഹം പറഞ്ഞത്, അവരൊരു പഠനം നടത്തിയപ്പോൾ ബെൻസിൻ്റെ വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരിൽ എന്തോ 0.7% ആൾക്കാരും മാത്രമേ ഈ ഒരു 4 വീൽ ഡ്രൈവ് ഉപയോഗിക്കാറുള്ളൂ എന്നുള്ളതാണ് അവർ കണ്ടെത്തിയത്. അപ്പോൾ ആ ഒരു സിസ്റ്റം ഫിറ്റ് ചെയ്യുന്നതിന് വലിയ ചിലവുണ്ട്. അപ്പോൾ അതും കൂടി വാഹനത്തിൻ്റെ വിലയിൽ ആഡ് ചെയ്ത് വരുന്നു. അപ്പോൾ അത് ഒഴിവാക്കി കഴിഞ്ഞാൽ ആ ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസിന് പോകാത്തവരെ സംബന്ധിച്ച് അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ വരുമ്പോൾ പല വാഹനങ്ങളിലും നമ്മൾ ഓൾ വീൽ ഡ്രൈവ് ഒഴിവാക്കിയാണെന്ന് അദ്ദേഹം പറഞ്ഞു. അതേ കാര്യം തന്നെ ആയിരിക്കാം റോക്സിൻ്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഈ വാഹനം ഓഫ് റോഡിന് പോകണ്ടെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, എന്നാൽ ബാക്കി എല്ലാ ലക്ഷറിയും വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റാർ എഡിഷൻ വാങ്ങിക്കാം. അതൊരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, അഡാസിൻ്റെ ലെവൽ 2 ഫീച്ചേഴ്സ് ഒഴിവാക്കിയിട്ടുണ്ട്. അഡാസിൻ്റെ ലെവൽ 2 ഫീച്ചേഴ്സും പലരെ സംബന്ധിച്ചും കുറച്ച് അനോയിങ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ്, ഈ എമർജൻസി ബ്രേക്കിംഗ് എന്ന് പറയുന്നത് ഒരിക്കലും ഇന്ത്യക്ക് ചേരുന്ന കാര്യമല്ല. നമ്മൾ വിചാരിക്കാതിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പൂച്ചക്കുഞ്ഞ് ചാടുമെന്ന് തോന്നിയാൽ പോലും അപ്പോൾ തന്നെ വാഹനം സ്വയം ബ്രേക്ക് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ആകെ പ്രശ്നമായി പോകും. നമ്മൾ വിചാരിക്കാതെ വാഹനം ബ്രേക്ക് ചെയ്യുന്നു, പിൻഭാഗത്ത് വരുന്നവൻ നമ്മളെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുന്നു. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിലും ഗുണമുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. ഈ ലൈൻ ചേഞ്ച് അലേർട്ട്, അതുപോലെ തന്നെ ക്രൂയിസ് കൺട്രോൾ, അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അഡാസിൻ്റെ ലെവൽ 2 ഫീച്ചേഴ്സിൽ നല്ല കാര്യങ്ങളാണ്. പക്ഷേ അത് ഒഴിവാക്കിയാലും വലിയ കുഴപ്പമില്ല എന്ന് തോന്നുന്നവർക്കും ഈ ഒരു വാഹനത്തിലേക്ക് പോകാം. ഈ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഒഴിവാക്കിയിരിക്കുന്നത്. പക്ഷേ എനിക്കിഷ്ടപ്പെട്ട 1-2 ചേഞ്ചസിൽ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ, ഈ ഗ്രില്ല് പിയാനോ ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കറിയാവുന്ന പോലെ റോക്സിൻ്റെ ഗ്രില്ല് എന്ന് പറയുന്നത് ബോഡി കളേർഡ് തന്നെയാണ്. എന്ന് പറയുമ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. ഞാനത് ആദ്യത്തെ റോക്സിൻ്റെ വീഡിയോ തന്നെ പറയുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ നല്ല മനോഹരമായ ഫുൾ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. അതാണ് ഈ വാഹനത്തിന് നന്നായിട്ട് ചേരുക. അത് ഒരു പ്രധാനപ്പെട്ട മാറ്റം. മറ്റൊരു മാറ്റം എന്ന് പറയുന്നത് അലോയ് വീലിലേക്ക് പോയാലാണ്. അലോയ് വീൽ എന്ന് പറയുന്നത്, ഇത് സിൽവർ ഫിനിഷ് ആയിരുന്നു റോക്സിനെങ്കിൽ ഇതിപ്പോൾ ഫുൾ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരുന്നു. അതും എനിക്ക് അതിഭയങ്കരമായി ഇഷ്ടപ്പെട്ടു എന്നാണ് പറയേണ്ടത്. ഈ 2 കാര്യങ്ങളാണ് നമുക്ക് മുൻഭാഗത്ത് ഈ ഒരു സ്റ്റാർ എഡിഷൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്. പിന്നെ പ്രധാനപ്പെട്ട മാറ്റം സംഭവിച്ചിരിക്കുന്നത് ഉൾഭാഗത്താണ്. അതും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാറ്റമാണ്. കാരണം ഇതിൻ്റെ ഉൾഭാഗം എന്ന് പറയുന്നത് പ്യുവർ ബ്ലാക്കാണ്. അതും നമ്മളിത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത സമയത്ത് പറഞ്ഞിരുന്നു. ഇതിൻ്റെ ഇൻറ്റീരിയർ എന്ന് പറയുന്നത് വളരെ ലൈറ്റായിട്ടുള്ള ബീജാണ്. എന്ന് പറയുമ്പോൾ ചെളി പിടിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. തന്നെയല്ല, ഫുൾ ബ്ലാക്ക് ഇൻറ്റീരിയർ എന്ന് പറയുന്നത് എനിക്കുള്ള ഇഷ്ടമാണ്. എനിക്കറിയാം പലർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു വലിയ മാറ്റം കൂടി സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫുൾ ബ്ലാക്ക് എഡിഷൻ, അങ്ങനെയല്ല, ഫുൾ ബ്ലാക്ക് ഇൻറ്റീരിയർ ഉള്ളൊരു വാഹനം വേണമെങ്കിൽ, അതുപോലെ തന്നെ ഗ്രില്ല് ഫുൾ ബ്ലാക്ക് വേണമെങ്കിൽ, അലോയ് വീൽ ഫുൾ ബ്ലാക്ക് വേണമെങ്കിൽ, എന്നാൽ അഡാസിൻ്റെ ലെവൽ 2 ഫീച്ചേഴ്സ് വേണ്ടെങ്കിൽ, അതുപോലെ ഓൾ വീൽ ഡ്രൈവ് അല്ലെങ്കിൽ 4 വീൽ ഡ്രൈവ് വേണ്ടെങ്കിൽ ഒക്കെയാണ് നിങ്ങൾക്ക് സ്റ്റാർ എഡിഷനിലേക്ക് പോകാവുന്നത്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ ടോപ്പ് എൻഡിലാണ് ഈ മാറ്റങ്ങളൊക്കെ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്, എക്സെപ്റ്റ് ഞാൻ ഈ പറഞ്ഞ 1-2 കാര്യങ്ങൾ. അപ്പോൾ നമുക്കിനി വാഹനത്തിൽ അടുത്ത് കാണാം അല്ലേ. അപ്പോൾ എന്തായാലും വളരെ മനോഹരമായ രൂപമാണ് സ്റ്റാർ റോക്സിൻ്റേത്. ആദ്യകാലത്ത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. അതായത് പിൻഭാഗത്ത് ആ സീ പില്ലറിൻ്റെ അവിടെ ചെരിഞ്ഞ ഒരു കട്ട് വന്നിരിക്കുന്നത് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ അത് കണ്ടുകണ്ടിപ്പോൾ വലിയ ഇഷ്ടമായി കേട്ടോ. തന്നെയല്ല, ഒരു ഗംഭീര വാഹനമാണ്. ഗംഭീര വാഹനം എന്ന് വെച്ചാൽ ഇതിൻ്റെ റിഫൈൻമെൻറ്റ്, എൻജിൻ റിഫൈൻമെൻറ്റ്, അത് എല്ലാ കാലത്തും ഞാൻ മഹീന്ദ്ര സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. ഇത് ഓടിച്ചുകൊണ്ടിരിക്കുന്ന പെട്രോളാണോ ഡീസലാണോ എന്ന് മനസ്സിലാകാത്ത അത്രയും റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിനാണ് ഇപ്പോൾ ഡീസൽ എഞ്ചിൻ വന്നിരിക്കുന്നത്. അത് ഈ ഒരു വാഹനത്തിൻ്റെ ഒരു വലിയ മുതലാണ് എന്ന് തന്നെയാണ് പറയേണ്ടത്. എന്തായാലും ഫുൾ LED ലൈറ്റൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതും പ്രൊജക്ടർ ഹെഡ്ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. പഴയ റെട്രോ ഫീൽഡൊക്കെ അത് നല്ല ഭംഗിയായിട്ടുണ്ട്.
ഈ ഒരു ഫുൾ ബ്ലാക്ക് ഇവിടെ വന്നതിൻ്റെ ഭംഗിയൊക്കെ ഉണ്ട്. ഈവൻ അതിൻ്റെ ലോഗോ പോലും, മഹീന്ദ്രയുടെ ലോഗോ പോലും കൊടുത്തിരിക്കുന്നത് ബ്ലാക്കിലാണെന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധേയമത്രേ എന്നാണ് പറയേണ്ടത്. പിന്നെ പഴയ കാല ജീപ്പുകൾ ഓർപ്പിക്കുന്ന രീതിയിലുള്ള പല എലമെൻസും ഒക്കെ നമുക്ക് ഈ ഭാഗത്തൊക്കെ കാണാം. അതുപോലെ ഇൻഡിക്കേറ്ററൊക്കെ ആണെങ്കിലും അതുമെല്ലാം വളരെ പഴയ ജീപ്പിൻ്റെ മോഡലുകൾ ഓർപ്പിക്കുന്നുണ്ട്. ഈ ഫുൾ ബ്ലാക്കിനെ ഒന്ന് കട്ട് ചെയ്യുന്ന രീതിയിൽ ഇവിടെ ഒരല്പം ഡാർക്കായിട്ടുള്ള ഈ ഒരു ആഷ് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. അത് നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ മുൻഭാഗം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണുള്ള സാധ്യത തീർച്ചയായിട്ടും ഉണ്ട് എന്നെനിക്കറിയാം. കട്ടുകളും ക്രീസുകളും അതുപോലെ തന്നെ LED ഒരു ഫോഗ് ലാമ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്ത് സ്റ്റാർ എഡിഷനെ ഗംഭീരമാക്കി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ സൈഡിലേക്ക് പോകാം അല്ലേ ശ്യാമേ? അപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ 19 ഇഞ്ച് ടയേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. 839 എന്ന് പറയുന്ന പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ വളരെ വൈഡറായിട്ടുള്ള ടയേഴ്സാണ്. അതൊക്കെ ഈ വാഹനത്തിൻ്റെ റൈഡ് ക്വാളിറ്റിയെ തീർച്ചയായിട്ടും സഹായിക്കുന്നുണ്ട്. എങ്കിൽ പോലും ഇതൊരു ബോഡി ഓൺ ഫ്രെയിം എന്ന് പറയുന്ന കൺസ്ട്രക്ഷൻ രീതി ആയതുകൊണ്ട് കുറച്ച് ബോഡി റോളുണ്ട്. അത് പതുക്കെ പോലും ഇങ്ങനെ ഒരു ചെറിയൊരു ആട്ടം അത് തീർച്ചയായിട്ടും ഈ ഇത്തരത്തിലുള്ള ബോഡി ഓൺ ഫ്രെയിം വാഹനങ്ങൾക്കെല്ലാം ഉള്ളതാണ്. എങ്കിൽ പോലും നമ്മൾ താറുമായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത് താറിൻ്റെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് 3rd ജനറേഷൻ പ്ലാറ്റ്ഫോം ആയിരുന്നെങ്കിൽ ഇത് 4th ജനറേഷനാണ്. 4th ജനറേഷൻ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി കംഫർട്ടിന് പ്രാധാന്യം കൊടുക്കുന്നതാണ്. എന്നല്ല ഈ ഒരു 4G പ്ലാറ്റ്ഫോമിലേക്ക് വന്നപ്പോൾ സസ്പെൻഷൻ്റെ കാര്യത്തിൽ കാര്യമായ മാറ്റമാണ് വന്നിരിക്കുന്നത്. ഓൾ ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷൻ മാത്രമല്ല വാട്സ് ലിങ്കേജ് എന്ന് പറയുന്ന ബോഡി റോൾ കുറയ്ക്കുന്നൊരു സംവിധാനം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ താറിൻ്റെ 3 ഡോർ ഓടിച്ചിട്ടുള്ളവർക്ക് ഇത് ഓടിക്കുമ്പോഴത്തേക്കും ഇതൊരു ഗംഭീര സെഡാൻ്റെ ഒരു ഫീലാണ് സമ്മാനിക്കുന്നത്. അത്രയും റിഫൈൻഡാണ് സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ. മറ്റൊരു കാര്യമുള്ള നമ്മൾ 3 ഡോർ താറിനേക്കാൾ 400 mm വീൽ ബേസ് വർദ്ധിച്ചിട്ടുള്ള കാര്യമാണ്. അങ്ങനെ വളരെ നീളമുള്ള അല്ലെങ്കിൽ വീൽ ബേസ് കൂടിയൊരു വാഹനം തന്നെയാണ്. ഇൻറ്റീരിയറിൽ അതിൻ്റേതായിട്ട് കംഫർട്ട് കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ എന്തായാലും സൈഡ് പ്രൊഫൈലിൽ നമ്മൾ സാധാരണ കാണുന്ന വാഹനങ്ങളിൽ നിന്നും റോക്സിൽ നിന്നും ആകെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇവിടെ കാണുന്ന സ്റ്റാർ എഡിഷൻ എന്ന് പറയുന്ന ഈ ഒരു ബാഡ്ജിങ് ആണ്. ഇതിൻ്റെ മുകളിൽ ഓട്ടോബാൻ മഹീന്ദ്ര എന്ന് കാണുന്നത് കൊച്ചിയിലെ പുതിയ ഷോറൂമാണ്. നമ്മുടെ പ്രിയപ്പെട്ട നിപ്പോൺ ടൊയോട്ട ഇപ്പോൾ മഹീന്ദ്രയുടെയും കൂടി ഡീലർഷിപ്പ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ പാലാരിവട്ടത്ത് Q1 മാളിലാണ് അവരുടെ വലിയ വമ്പൻ ഷോറൂം തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മുടെ സുഹൃത്തായ ഒരു നിതിനൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്. മലയാളം ടൈറ്റിലുണ്ട് നിതിനൊക്കെ. അപ്പോൾ നിതിനാണ് ഈ ഒരു വാഹനം നമുക്ക് സമ്മാനിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓട്ടോബാൻ്റെ ബാഡ്ജിങ് അത് നല്ല ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ചേർന്ന് നിൽക്കുന്ന രീതി അത് കൊടുത്തിട്ടുണ്ട്. മറ്റൊരു കാര്യമുള്ളത് ഫുഡ് സ്റ്റെപ്പിൻ്റെ കാര്യമാണ്. ഈ ഫുഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് 3 ഡോറിൽ നമുക്ക് ചവിട്ടി കയറാൻ അല്പം ബുദ്ധിമുട്ടുണ്ടെന്നുള്ളൊരു ഫീഡ്ബാക്ക് കൊണ്ടായിരിക്കാം ഇതൊരു 14 mm താഴ്ത്തിയിട്ടുണ്ട്. എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി എളുപ്പത്തിൽ പിടിച്ചു കയറാം. തന്നെയല്ല ഇവിടെ ഉൾഭാഗത്തൊക്കെ ഈ ഒരു ഗ്രാബ് ഹാൻഡിൽ ഉള്ളതുകൊണ്ട് പിടിച്ചു കയറാൻ വളരെ എളുപ്പമാണ്. എന്തായാലും 235 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു സെഗ്മെൻറ്റിലെ ഏറ്റവും കൂടിയ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്നാണ് പറയേണ്ടത്. അപ്പോൾ ഇത് റിയർ വീൽ ഡ്രൈവ് ആണെന്ന് നിങ്ങൾ നോക്കണ്ട. ഇത് എവിടെയും കയറി പോകുന്ന രീതിയിലുള്ള പവർഫുൾ എഞ്ചിനുണ്ട്. അതുപോലെ തന്നെ ഇത്രയധികം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. കൂടാതെ വീൽ ട്രാവൽ കണ്ടോ എങ്ങനെയും കയറി പോകുന്ന ഒരു വാഹനമാണെന്നുള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് ഓഫ് റോഡറായിട്ട് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ എന്നാണ് പറയേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് ഈ ഒരു കട്ടായിരുന്നു എനിക്കൊക്കെ ആദ്യകാലത്ത് ഇഷ്ടപ്പെടാതെ പോയത്. പക്ഷേ ഇപ്പോൾ അത് കണ്ട് അതിനും യാതൊരു വൃത്തികേടുമില്ലാത്ത അവസ്ഥയായി. അതുപോലെ B പില്ലറിലാണ് ഡോർ ഹാൻഡിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സൈഡിൽ വളരെ ക്ലീനായിട്ടുള്ള ഒരു ഡിസൈനാണ് കിട്ടിയിരിക്കുന്നത്. മേൽഭാഗത്തൊന്നും ഗ്രാബ് റെയിലോ അത്തരം കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. എല്ലാം വളരെ ഗംഭീരമായി തന്നെ ഇരിക്കുന്നു. പിൻഭാഗത്ത് വരുമ്പോഴും LED ടെയിൽ ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ പിൻഭാഗം എന്നൊക്കെ പറഞ്ഞൊരു പെട്ടി രൂപം തന്നെയാണ്. പക്ഷേ മഹീന്ദ്രയുടെ ഇത്തരത്തിലുള്ള വാഹനങ്ങളുടെ രൂപത്തിലല്ല കാര്യം നമുക്കറിയാവുന്നതുകൊണ്ട് തന്നെ എല്ലാവരും സ്വീകരിച്ചു. പക്ഷേ വൃത്തികേടായിട്ടൊന്നും പറയാനുമില്ല. ഈ സാധാരണ ഈ ഒരു ഇത്തരത്തിലുള്ള ബോഡി ഓൺ ഫ്രെയിം SUV-കളുടെ അതുപോലെ തന്നെ പിൻഭാഗത്ത് തന്നെയാണ് ഈ ഒരു സ്റ്റാർ എഡിഷനിലും ഇതിൻ്റെ സ്പെയർ വീലൊക്കെ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഈ ബ്ലാക്ക് ഫിനിഷുള്ള അലോയ് വീല് അവിടെയും കൂടുതൽ ഭംഗി തരുന്നുണ്ട്. ബൂട്ട് സ്പേസിലും മാറ്റമൊന്നുമില്ല. 447 ലിറ്റർ ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത് ഗംഭീരമായി അതേപടി തന്നെയുണ്ട്. എന്ത് സാധനവും കയറും. തന്നെയല്ല ഈ ടോപ്പ് വരെ സാധനങ്ങൾ കയറ്റാവുന്നതുകൊണ്ട് ഇഷ്ടം പോലെ ബൂട്ട് സ്പേസാണ്. അതുകൊണ്ട് തന്നെ ഒരു ഗംഭീര ഒരു ഔട്ട്ഡോർ വാഹനമായിട്ട് തന്നെയാണ് നമുക്ക് ഈ വാഹനത്തെ കാണേണ്ടത്. തന്നെയല്ല സീറ്റുകൾ നമുക്ക് 60-40 ആയിട്ട് നമുക്ക് ഫോൾഡ് ചെയ്യാവുന്നതുകൊണ്ട് വീണ്ടും പിൻഭാഗത്ത് ആരുമില്ലെങ്കിൽ സാധനങ്ങൾ കയറ്റി വയ്ക്കാം. ഏതായാലും ഇവിടെ ഹാമൻ ഗാർഡൻ മ്യൂസിക് സിസ്റ്റത്തിൻ്റെ ഇത് വൂഫറിൻ്റെ ഒക്കെ ഭാഗമൊക്കെ ആയിരിക്കാം അല്ലേ, അതായിരിക്കാം. ഞാൻ ഏതായാലും സൗണ്ടിൻ്റെ കാര്യത്തിൽ സ്പെഷ്യലിസ്റ്റ് അല്ലാതെ പറഞ്ഞുകൊണ്ട് ഏതായാലും അതവിടെ കൊടുത്തിട്ടുണ്ട്. വളരെ താഴ്ന്ന ഒരു ബൂട്ട് സ്പേസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് സാധനങ്ങൾ എടുത്തു വയ്ക്കാനും വളരെ എളുപ്പമാണ്. തന്നെയല്ല ഇത് ഉയർന്നു നിൽക്കുന്ന സംഭവമൊക്കെ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിരിക്കുന്നത് എൻ്റെ കയ്യിലുണ്ട് കേട്ടോ, ഒരു ഹോണ്ട ബ്രിയോ. അതിലാണ് നമ്മൾ ഈ സാധനം കണ്ടിരിക്കുന്നത്. അതിനുശേഷം ഇതിലാണ് വരുന്നത്. അപ്പോൾ എന്തായാലും പിൻഭാഗത്താണെങ്കിലും കണ്ടോ ക്ലിയറൻസ് എന്നൊക്കെ പറയുന്നത് ഒരു രക്ഷയില്ലാത്ത ക്ലിയറൻസാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ആകെ ഈ ബ്ലാക്കിന് കട്ട് ചെയ്യുന്ന രീതിയിൽ ഇവിടെ ഈ ഒരു ആഷ് ഫിനിഷുള്ള ഭാഗവും കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു പിൻഭാഗത്തിൻ്റെ ഭംഗി പറയാനുള്ളത്. തീർച്ചയായിട്ടും വളരെ ഗംഭീരമായ രൂപമാണ് റോക്സിന് കൊടുത്തിരിക്കുന്നത്. നമുക്കറിയുന്ന പോലെ ഏതൊക്കെ വാഹനങ്ങൾ ചെറിയ വാഹനങ്ങൾ വലുതാക്കിയാലും അതെല്ലാം ഏച്ച് കെട്ടി മുഴച്ചിരിക്കുന്ന രീതിയിലായിരിക്കുമെങ്കിൽ റോക്സിൻ്റെ കാര്യത്തിൽ വളരെ മനോഹരമായിട്ടാണ് അവർ ഇൻറ്റഗ്രേറ്റ് ചെയ്തത്. എനിക്കങ്ങനെ ഈ ഒരു ചെറിയ ഹാഷ് ബാഗിനെ സഡാനാക്കി മാറ്റിയ ചില വാഹനങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് സ്വിഫ്റ്റ് ഡിസയർ ആക്കിയപ്പം ഈ ഒരു പ്രശ്നമില്ലാത്ത രീതിയിലാണ് അവർ മനോഹരമായിട്ടാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്തത്. അതിനുശേഷം മനോഹരമായിട്ട് ആ ഒരു ഡിസൈൻ ചെയ്ത് നിലനിർത്തിയ ഒരു വാഹനമായിട്ട് എനിക്ക് തോന്നിയത് റോക്സാണ്. അപ്പോൾ എന്തായാലും റോക്സ്
റോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിൽപ്പനയുടെ കാര്യത്തിൽ. അപ്പോൾ ഈ ഒരു സ്റ്റാർ എഡിഷൻ എന്ന് പറയുന്നത് ഫുൾ ബ്ലാക്ക് ഇൻറ്റീരിയറും മറ്റും വേണ്ടവർക്ക് തീർച്ചയായിട്ടും വാങ്ങിക്കാവുന്നൊരു വാഹനമാണ്. എങ്കിലും പറഞ്ഞുകൊണ്ടിരുന്ന പോരല്ലോ, ഫുൾ ബ്ലാക്ക് ഇൻറ്റീരിയർ കാണണ്ടേ? കമാൺ. അപ്പോൾ സ്റ്റാർ എഡിഷൻ്റെ ഇൻറ്റീരിയറിൽ വികൃതികളായ കൊച്ചുകുട്ടികൾക്ക് ഏറെ ചെളി പിടിപ്പിക്കാൻ വേണ്ടി കുറച്ച് സ്ഥലം മാത്രം ഒന്ന് ലൈറ്റ് കളറായിട്ട് നിലനിർത്തിയിട്ടുണ്ട്. അതാണ് നമ്മൾ ഈ താഴെ കാണുന്നത് ഈ ലോവ പാടെന്ന് പറയുന്നതിൻ്റെ കുറച്ച് ഭാഗം മാത്രം. എങ്ങാനും കുട്ടികൾക്ക് ബുദ്ധിമുട്ട് വരരുത്, ഈ ബ്ലാക്കിൽ എങ്ങനെ ചെളി പിടിപ്പിക്കും എന്ന് കരുതുന്ന വികൃതി രാമന്മാർക്കും രാമിമാർക്കും വേണ്ടിയാണ് അങ്ങനെ ഒരു ഭാഗം നിലനിർത്തിയിരിക്കുന്നത്. കുട്ടികൾ ഇതിൽ ചെളി പിടിപ്പിച്ച് രസിക്കുക. ബാക്കി എല്ലാ ഭാഗത്തും ഫുൾ ബ്ലാക്കാണ് കൊടുത്തിരിക്കുന്നത്. ഫുൾ ബ്ലാക്ക് എന്ന് മാത്രമല്ല, അതിലെ വൈറ്റ് സ്റ്റിച്ചിങ് ഒക്കെ കൊടുത്ത് നല്ല ഗംഭീരമാക്കിയിട്ടുണ്ട്, നല്ല രസമായിട്ടുണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ആണെങ്കിലും കാർബൺ ബ്ലാക്കിൻ്റെ ആ ഒരു ഫിനിഷും അത്തരം കാര്യങ്ങളൊക്കെ, കാർബൺ ഫൈബറിൻ്റെ ആ ഒരു ഫിനിഷും ഒക്കെ അതും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ അത് ഫീച്ചേഴ്സ് നഷ്ടമായിരിക്കുന്നതെന്ന് പറയുന്നത് അഡാസിൻ്റെ ലെവൽ 2 ഫീച്ചേഴ്സും റിയർ വീൽ ഡ്രൈവ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഇൻറ്റീരിയറിൽ മറ്റ് യാതൊരു വ്യത്യാസവും കൊടുത്തിട്ടില്ല എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ ഓൾ വീൽ ഡ്രൈവിൻ്റേതായ ഗിയർ ലിവർ അത്തരം കാര്യങ്ങളൊന്നും തന്നെ കൊടുത്തിട്ടില്ല. ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ AX7L എന്ന് പറയുന്ന ടോപ്പ് എൻഡ് വേരിയൻറ്റ് കണ്ടത് തന്നെയാണ്. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ 3XY കണ്ട അതേ സ്ക്രീൻ, ഒരു 10.25 ഇഞ്ചിൻ്റെ ആ ഒരു സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നു. അതിൽ കണ്ടോ വളരെ ഗംഭീരമായ ഒരു റെസൊല്യൂഷനുള്ള സ്ക്രീനാണിത്. അതിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഞാൻ പറയണമെന്നില്ലെന്ന് തോന്നുന്നു. കാരണം ഇത് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, അതുപോലെ തന്നെ പലതരത്തിലുള്ള ആപ്പുകൾ എല്ലാ തരത്തിലുള്ള ആപ്പുകളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡ്രൈവ് മോഡുകൾ, സിപ്സ് ആപ്പ് സൂം എന്ന് പറയുന്ന 3 ഡ്രൈവ് മോഡുകൾ, സിപ്സ് ആപ്പ് സൂം, സ്നോ, മഡ്, സാൻഡ് അത്തരം കാര്യങ്ങളെല്ലാം തന്നെ അത് കൊടുത്തിട്ടുണ്ട്. 360 ഡിഗ്രി ക്യാമറ തീർച്ചയായിട്ടും ഇതിനുണ്ട്. നമുക്ക് റിവേഴ്സ് ക്യാമറ ഇട്ട് നോക്കാം. ഇതാ അതുണ്ട്. ലെഫ്റ്റ് ഡോർ ഓപ്പൺ എന്നൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ സ്ക്രീൻ ക്യാപ്ചർഡ് ഇമേജ് ക്യാപ്ചർ ചെയ്യാനുള്ള സൗകര്യങ്ങളും അത്തരം എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും വളരെ നല്ലൊരു കാര്യമാണ്. കാരണം ഇതിന് അഡാസിൻ്റെ ലെവൽ 2 ഫീച്ചേഴ്സ് ഇല്ലാത്ത സ്ഥിതിക്ക് മറ്റ് കാര്യങ്ങളൊക്കെ ആവശ്യമാണല്ലോ, അതെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഇതിൻ്റെ ഹാമൻ ഗാർഡൻ്റെ മ്യൂസിക് സിസ്റ്റം, അതൊരു ഗംഭീര സിസ്റ്റമാണ് ഇതിൻ്റെ അത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫ്രണ്ട് വെന്റിലേറ്റഡ് സീറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതുമൊക്കെ AX7L നിന്നും ക്യാരി ഓവർ ചെയ്തതിലേക്ക് വന്നിരിക്കുന്നു. AC വെൻറ്റുകളൊക്കെ സാധാരണ ഒരു റെട്രോ രീതിയിൽ രസമായിട്ട് കൊടുത്തിരിക്കുന്നു. ഇവിടെ ഗ്രാബ് ഹാൻഡിലുണ്ട്. അവിടെ താർ റോക്സിൻ്റെ ആ ഒരു പ്ലേറ്റ് അത് കൊടുത്തിരിക്കുന്നു. മെയ്ഡ് ഇൻ ഇന്ത്യ വിത്ത് പ്രൈഡ് എന്ന് കൊടുത്തിരിക്കുന്നു. തീർച്ചയായിട്ടും അത് കാണുമ്പോൾ നമുക്കൊരു പ്രൈഡ് തോന്നാനുള്ള സാധ്യതയുണ്ട്. ഒരു പ്രൗഡ് മൊമെൻ്റാണ് മഹീന്ദ്രയെ സംബന്ധിച്ച് ഈ ഒരു വാഹനം എന്ന് പറയുന്നത്. അത് അവരത് ഭംഗിയായിട്ടത് അവിടെ എഴുതി തന്നെ അങ്ങ് വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് പനോരമിക് സൺറൂഫ്, അതും ഈ ഒരു ടോപ്പിൻ്റെ മോഡൽ നിർത്തിയിരിക്കുന്നു. പിന്നെ ഈ ഹെഡ് സ്പേസ് പോലുള്ള കാര്യങ്ങളും അതൊന്നും പറയേണ്ട കാര്യമില്ല, കാരണം ഇത്രയും വലിയൊരു വാഹനമായതുകൊണ്ട് തന്നെ. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വയർലെസ് ചാർജിങ് പാഡ് കൊടുത്തിരിക്കുന്നു. കൂടാതെ 2 ചാർജിങ് പോർട്ടുകൾ ഇവിടെ കാണാം. ഇതാണ് ഈ 2 സ്വിച്ചുകളാണ് ഇതിൻ്റെ വെന്റിലേറ്റഡ് സീറ്റുകളുടെ സ്വിച്ചുകൾ. ഡ്രൈവ് മോഡിൻ്റെ സ്വിച്ച് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമുക്കത് ആക്സസ് ചെയ്യാൻ സാധിക്കും. എന്തായാലും വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ, വളരെ പെട്ടെന്ന് നമുക്ക് ഉപയോഗിക്കേണ്ട പല കാര്യങ്ങളും ഈ ഒരു ഫിസിക്കൽ സ്വിച്ചായിട്ട് കൊടുത്തിരിക്കുന്നത് നന്നായിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് അതിൻ്റെ ലിവർ കാണുന്നു. ഇവിടെ ഒരു ചെറിയ സ്പേസ് ഉണ്ട് മൊബൈൽ ഫോണും മറ്റും വയ്ക്കാൻ വേണ്ടി. 2 കപ്പ് ഹോൾഡേഴ്സ് ഇവിടെ ഉണ്ട്. മുൻഭാഗത്തേക്ക് 2 പേർക്ക് സെപ്പറേറ്റ് ആംബസ്റ്റ് കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നു. സീറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും വളരെ കംഫർട്ടബിൾ സീറ്റാണ്. എങ്ങനെ വേണമെങ്കിലും സുഖമായിട്ടിരിക്കാവുന്ന സീറ്റാണ് കൊടുക്കുന്നത്. പക്ഷേ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നുമില്ല. നമുക്ക് പലതരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ മാനുവലി ചെയ്യാം. അതുപോലെ സ്റ്റിയറിംഗ് വീലിൻ്റെ ഈ ഒരു ഹൈറ്റ് മാത്രമാണ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്. എന്തായാലും എൻ്റെ അത്രയൊക്കെ ഒരു ഹൈറ്റുള്ളൊരു മനുഷ്യന് സുഖമായിട്ട് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് യാതൊരു തരത്തിലുള്ള വിഷ്വൽ തടസ്സങ്ങളും ഇല്ലാതെ കാണാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ഹൈറ്റും കാര്യങ്ങളും എല്ലാം തന്നെ വരുന്നത്. പിന്നെ ഉള്ളത് എന്തായിരുന്നു, ഡോർപാഡിൽ ഒരു ചെറിയ, ഇപ്പം നമ്മൾ വരുന്നില്ലേ, വളരെ കുഞ്ഞു കുപ്പി വരുന്നില്ല ഈ മിനറൽ വാട്ടറിൻ്റെ, അത്തരത്തിലുള്ളൊരു സാധനം മാത്രമേ വയ്ക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നെ അവിടെ ഒരു വൈറ്റ് നിറം കൊടുത്തിരിക്കുന്നത് കാണാം. അവിടെയും വികൃതി കുട്ടന്മാർക്ക് ചെളി പിടിപ്പിക്കാൻ പറ്റും. പിന്നെ ട്വീറ്റർ പോലുള്ള കാര്യങ്ങളും മറ്റും ആ ഒരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ആംബ്രസ്റ്റ് കൊടുത്തിട്ടുണ്ട്.
നിർമ്മാണ നിലവാരമാണ് ഈ ഒരു വാഹനത്തെ കൂടുതൽ ശ്രദ്ധേയമാക്കുന്ന മറ്റൊരു കാര്യം. മഹീന്ദ്രയുടെ പുതിയ വാഹനങ്ങളെല്ലാം തന്നെ അങ്ങനെയാണ് കേട്ടോ. എങ്കിലും റോക്സ് ആണ് അതിൻ്റെ തുടക്കമുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അതിന് മുമ്പ് വന്ന 3 ഡോറിനേക്കാളും നിർമ്മാണ നിലവാരം തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിൻ്റെ അത് നമുക്ക് ഓരോ സ്ഥലത്തും എവിഡൻറ്റുമാണ്. 10.25 ഇഞ്ചിൻ്റെ തന്നെ വലിയൊരു സ്ക്രീനാണ് ഡ്രൈവറിൻ്റെ മുന്നിൽ കാണുന്നത്. അതിൽ പല ഇൻഫർമേഷനുണ്ട്. ഇപ്പോൾ സിപ്പ് എന്ന് പറയുന്ന ആ ഒരു മോഡിലാണ്, ഡ്രൈവ് മോഡിലാണ് കിടക്കുന്നത്. അതെല്ലാം അതിൽ കാണിക്കുന്നുണ്ട്. എന്തായാലും സ്റ്റിയറിംഗ് വീലും മഹീന്ദ്രയുടെ തനത് രീതിയിൽ കൊടുത്തിരിക്കുന്നു. ഈ ഒരു ട്വിൻ പീക്ക് ലോഗോ, അതുപോലെ തന്നെ ക്രൂയിസ് കൺട്രോൾ, വോളിയം കൺട്രോൾ, അത്രയും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീല് വിത്ത് ലെതർ റാപ്ഡ് ആണ് എന്നുള്ളത് മറ്റൊരു കാര്യം. പിന്നെ എന്തായിരുന്നു, പിന്നെ ഇവിടെ സൈഡ് മിറേഴ്സിൻ്റെ ഒക്കെ അഡ്ജസ്റ്റ്മെൻറ്റുകളും അതെല്ലാം പിയാനോ ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. വിസിബിലിറ്റി അത് തന്നെയാണ് ഞാൻ എപ്പോഴും പറയുന്ന കാര്യം. അപാരമായ വിസിബിലിറ്റി അത് ഏത് സൈഡിലേക്ക് നോക്കിയാലും മുന്നിലേക്ക് നോക്കിയാലും എല്ലാം അപാരമായ വിസിബിലിറ്റി കൊടുക്കും. എങ്കിൽ പോലും ഈ റൂഫും കൂടി ഒന്ന് ബ്ലാക്ക് ആക്കിയതെങ്കിൽ സ്റ്റാർ എഡിഷൻ കുറച്ചുകൂടി മനോഹരമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അത് നിങ്ങളുടെ താല്പര്യം എന്താണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ 3 ഡോറിൽ കയറുന്ന അത്രയും മ്യാരകമായ കയറ്റം ഇവിടെ ഇല്ല. ഞാൻ പറഞ്ഞില്ല, ഒരു 14.3 കുറച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ പിടിച്ച് ഇങ്ങനെ കയറി അങ്ങനെ അങ്ങ് ഇരിക്കാം. എന്നിട്ട് അടച്ചു വെച്ചാൽ അടിപൊളി ഒരു കൃത്യമായും ഒരു നല്ല സെഡാൻ്റെയൊക്കെ ബാക്കിയിരിക്കുന്ന അതേ സുഖമുണ്ട്. ഫുൾ ഫ്ലാറ്റ് ഫ്ലോർ ആണെന്നുള്ളതുകൊണ്ട് തന്നെ സുഖമായിട്ട് 3 പേർക്ക് ഇരിക്കാം. 3 പേർ ഇരിക്കാൻ കമ്പനി ഉദ്ദേശിച്ചിട്ടുണ്ട്. കാരണം 3 ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സീറ്റും നമുക്ക് കുറച്ചൊക്കെ ഒന്ന് സ്ലാൻഡ് ചെയ്യാം. ഇങ്ങനെയൊക്കെ ഒന്ന് സ്ലാൻഡ് ചെയ്ത് ഒന്ന് കിടന്നുറങ്ങണമെങ്കിലൊക്കെ അതിനുള്ളൊരു സ്പേസ് അങ്ങനെ നമുക്ക് കിട്ടും. അങ്ങനെ കൊണ്ട് സ്ലാൻഡ് ആകാതെ. പിന്നെ ഇവിടെ 2 കപ്പ് ഹോൾഡേഴ്സ്, നല്ലൊരു വിശാലമായ ആംബ്രസ്റ്റ് കൊടുത്തിരിക്കുന്നു. പിൻഭാഗത്തേക്ക് AC വെൻ്റ്, ഇവിടെ ചാർജിങ് പോർട്ട്, ഇവിടെ മൊബൈൽ വയ്ക്കാനുള്ള സ്ഥലം, അത്തരം കാര്യങ്ങളെല്ലാം തന്നെയുണ്ട്. ഹെഡ് സ്പേസും ആയാലും ലെഗ് സ്പേസ് ആയാലും യാതൊരു കുറവുമില്ല. 3 പേര് ഇരുന്നാലും ഷോൾഡർ സ്പേസിന് കുറവുണ്ടാകാനുള്ള സാധ്യതയില്ല. നേരത്തെ നമ്മൾ പറഞ്ഞ കുപ്പിയേക്കാളും ചെറിയ കുപ്പിയെല്ലാം കിട്ടുമെങ്കിൽ അത് നമുക്ക് വേണമെങ്കിൽ അവിടെ കയറ്റി വയ്ക്കാം. അതിനപ്പുറത്തേക്കുള്ള ഒന്നും പ്രതീക്ഷിക്കരുത്. കാരണം അല്ലാതെ തന്നെ കപ്പ് ഹോൾഡേഴ്സൊക്കെ കൊടുത്തിരിക്കുന്നതുകൊണ്ടായിരിക്കും അതിൽ വലിയ ശ്രദ്ധ മഹീന്ദ്ര കൊടുക്കാതിരുന്നത്. പിന്നെ പനോറമിക് സൺറൂഫ്, ഇതിപ്പോൾ ഞാൻ പകുതി വരെ തുറന്നിട്ടുള്ളൂ, ഇവിടം വരെ വരുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളെല്ലാം നിങ്ങൾ റോക്സിൽ കണ്ടതിന് കേട്ടോ. എങ്കിലും സ്റ്റാർ എഡിഷനിൽ ഇതിനൊന്നും കുറവില്ല എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത്രയും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തന്നെ ഇതിൻ്റെ സീറ്റിംഗ് പൊസിഷൻ പിൻഭാഗത്തേക്ക് വരുമ്പോൾ അല്പം ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വിൻഡോ ലൈൻ അല്പം താഴെയായിട്ടും നല്ല ഗംഭീരമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് പോകാനുള്ള സൗകര്യവും കമ്പനി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ ഇരിക്കുമ്പോഴൊക്കെയാണ് ഫുൾ ബ്ലാക്കിൻ്റെ ആ ഒരു ഭംഗി കാണുന്നത്. അപ്പോഴും ചെറുതായിട്ട് ഇവിടെ ഈ ഒരു ഡോർ പാടി മാത്രമേ നിങ്ങൾക്കൊരു ഒരല്പം വൈറ്റിഷ് ആയിട്ടുള്ള നിറം കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് സ്റ്റാർ എഡിഷൻ്റെ പ്രത്യേകത. ഇനി ഒന്ന് ഓടിച്ച് നോക്കാം. ഒരു വ്യത്യാസമില്ല, എഞ്ചിൻ ഗിയർ ബോക്സിലൊന്നും വ്യത്യാസമൊന്നുമില്ല. റിയർ വീൽ ഡ്രൈവ് ആണെന്ന് മാത്രമേ ഉള്ളൂ. എങ്കിലും ഒന്ന് ഓടിച്ച് നോക്കാം. നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഡീസൽ ഓട്ടോമാറ്റിക്കാണ്. ഡീസൽ ഓട്ടോമാറ്റിക്കിലും ഡീസൽ മാനുവലിലും ഈ ഒരു സ്റ്റാർ എഡിഷൻ വരുന്നുണ്ടെങ്കിലും പെട്രോളിൽ ഓട്ടോമാറ്റിക്കിൽ മാത്രമേ സ്റ്റാർ എഡിഷൻ വരുന്നുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അഡാസിൻ്റെ ലെവൽ 2 ഫീച്ചേഴ്സ് പോയി എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കുറവായിട്ട് പറയാവുന്നത്. അഡാസിനെ സ്നേഹിക്കുന്നവർക്ക് വലിയ കുറവാണ്. പക്ഷേ നമ്മൾ വളരെ കാലമായി വാഹനം ഓടിച്ച് വരുന്നവരൊക്കെ അഡാസ് ഇപ്പോൾ ഈ അടുത്ത കാലത്താണല്ലോ അവരുടെ ജീവിതത്തിലേക്ക് അഡാസ് വന്നത്. അപ്പോൾ അവർക്കൊരു വലിയ പ്രശ്നമായിട്ട് തോന്നാൻ സാധ്യതയില്ല അഡാസിൻ്റെ ഈ ഒരു അഭാവം. തന്നെയുമല്ല, എമർജൻസി ബ്രേക്കിംഗ് എന്ന് പറയുന്ന ആ സംഭവം ഒഴിവാക്കി കിട്ടുന്നതിന് എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഈ കഴിഞ്ഞ ദിവസം കൂടി നമ്മൾ അങ്ങനെ ഒരു ചെറിയ അപകടത്തിൽ നിന്നും ഒരു അഡാസിൻ്റെ ലെവൽ 2 ഫീച്ചേഴ്സ് ഉള്ള വാഹനത്തിൽ വളരെ പെട്ടെന്ന് ഒരു എന്താ ഒന്നും ക്രോസ് ചെയ്യില്ല, സത്യത്തിൽ റോഡ് സൈഡിൽ പട്ടി നിന്നപ്പോൾ തന്നെ വണ്ടി ബ്രേക്ക് ചെയ്യുകയും അത് നമ്മൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ പേടിച്ചു പോയി. കാരണം വെച്ചാൽ പിൻഭാഗത്ത് ഏതെങ്കിലും വണ്ടി ഉണ്ടെങ്കിൽ വന്ന് ഇടിക്കുമല്ലോ. അങ്ങനെ പല അപകടങ്ങളും നടക്കുന്നുണ്ടെന്ന് ഞാൻ കേട്ടു. അപ്പോൾ അത് എമർജൻസി ബ്രേക്കിംഗ് ഓഫ് ചെയ്യാൻ പറ്റുന്ന അഡാസിൻ്റെ ഫീച്ചേഴ്സ് ഉള്ള വാഹനങ്ങൾ അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ വാഹനത്തെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞ 1-2 കുറവുകൾ, പിന്നെ 4 വീൽ ഡ്രൈവ് ഇല്ല എന്നുള്ളൊരു വലിയ കുറവ്, ഓഫ് റോഡ് പ്രേമികളെ സംബന്ധിച്ച് വലിയൊരു കുറവ്, ഈ 2 കുറവുകളാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. പക്ഷേ എങ്കിലും ഈ ഒരു ബ്ലാക്ക് ഫിനിഷിൻ്റെ ഭംഗി തീർച്ചയായിട്ടും ഉണ്ട്.
അപ്പോൾ എഞ്ചിനിലൊന്നും മാറ്റമില്ല. ഇതിൻ്റെ ആ ഒരു ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ മാത്രമാണ് കുറവ് സംഭവിച്ചിരിക്കുന്നത്. കൂടാതെ വേരിയൻസ് നോർമൽ റോക്സിൻ്റെ അത്രയും വേരിയൻസ് ഇല്ല ഈ സ്റ്റാർ എഡിഷനിൽ എന്നുള്ള ഒരു മാറ്റം കൂടിയുണ്ട്. എങ്കിലും എനിക്ക് തോന്നുന്നു നിങ്ങൾ സ്റ്റാർ എഡിഷൻ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആ ഒരു യെല്ലോ നിറമായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടാനുള്ള സാധ്യത. അത് ഒന്ന് നോക്കുക ആദ്യം വാങ്ങിക്കുന്നതിന് മുമ്പ്. അപ്പോൾ 2.2 ലിറ്റർ ഡീസലും അതുപോലെ 2 ലിറ്റർ പെട്രോളും ഈ രണ്ട് എഞ്ചിനുകളാണുള്ളത്. ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ടർബോ പെട്രോൾ എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത്. പെട്രോൾ മോഡൽ 177 BSP ആണ് പവർ. അതായത് താറിൻ്റെ പെട്രോളിനേക്കാൾ 27 BSP കൂടുതലാണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ സിബ്സാബ് സൂം എന്ന് പറയുന്ന 3-4 മോഡുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. അതെല്ലാം വളരെ കാര്യമായ രീതിയിൽ ഈ പെർഫോമൻസിനെ സഹായിക്കുന്നുമുണ്ട്. അതുപോലെ 6 സ്പീഡ് ഐസിൻ എന്ന് പറയുന്ന ടൊയോട്ടയുടെ ഒരു കമ്പനിയാണ് ഐസിൻ നിർമ്മിച്ചു കൊടുത്തിരിക്കുന്നത്. 6 സ്പീഡ് ടോർക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക്കാണ് ഇപ്പോൾ നമ്മളിതിൽ കാണുന്നത്. എന്നാൽ 2.2 ലിറ്റർ എംഹോക്ക് ഡീസൽ എഞ്ചിൻ അതാണ് നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു വാഹനത്തിലുള്ളത്. അത് 172 BSP ആണ്. 370 ന്യൂട്ടൺ മീറ്ററാണ് അതിൻ്റെ ടോർക്ക്. അത് ഒരു വളരെ റിഫൈൻഡ് എന്ന് വെച്ചാൽ അങ്ങേയറ്റം റിഫൈൻഡ്. ഇന്ത്യൻ വാഹന നിർമ്മാതാക്കൾ നിർമ്മിച്ചിരിക്കുന്ന ഡീസൽ എഞ്ചിനുകളിൽ ഏറ്റവും റിഫൈൻഡ് എന്നാണ് പറയുന്നത്. പെട്രോളാണോ ഡീസലാണോ എന്ന് സംശയം തോന്നുന്ന അത്രയും റിഫൈൻഡ് ആയിട്ടാണ് ആ ഒരു എഞ്ചിൻ്റെ ഒരു പ്രവർത്തന മികവ് എന്ന് പറയുന്നത്. പിന്നെ സസ്പെൻഷൻ ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ താർ 3 ഡോറിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മൾട്ടി ലിങ്ക് സസ്പെൻഷൻ കൂടാതെ തന്നെ ഇതിൻ്റെ ബോഡി റോൾ കുറയ്ക്കാനുള്ള ലിങ്കുകളും അങ്ങനെയുള്ള പല കാര്യങ്ങളും കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ബോഡി റോൾ 3 ഡോർ താറിൻ്റെ അത്രയും ബോഡി റോൾ ഇല്ലെങ്കിൽ പോലും ഈ ഒരു കൺസ്ട്രക്ഷൻ രീതി, അതായത് ബോഡി ഓൺ ഫ്രെയിം എന്ന് പറയുന്ന കൺസ്ട്രക്ഷൻ രീതിക്ക് തീർച്ചയായിട്ടും ഒരു ബോഡി റോളുണ്ട്. അത് ഇതിലും കൃത്യമായിട്ട് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. പിന്നെ വലിയൊരു വ്യത്യാസം സംഭവിച്ചത് ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് ആയിരുന്നു 3 ഡോർ, അല്ലെങ്കിൽ ഇപ്പം അത് ഇലക്ട്രിക് ആയിട്ട് മാറിയിട്ടുണ്ട്. ആ ഒരു വ്യത്യാസവും നമുക്ക് ഒരു പൊസിഷൻ സ്റ്റിയറിങ്ങിൻ്റെ കൃത്യതയുടെ കാര്യം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അഡാസിൻ്റെ ലെവൽ 2 ഫീച്ചേഴ്സ് പോയി എന്ന് വെച്ച് വിഷമിക്കേണ്ട കാര്യമില്ല. ബാക്കി എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ഉണ്ട്. 6 എയർ ബാഗുകൾ, ABS, EBD, പിന്നെ ഓട്ടോ ഹോൾഡ്, പിന്നെ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം, 360 ഡിഗ്രി ക്യാമറ. അങ്ങനെ ഈ അഡാസ് എന്ന് പറയുന്ന സംഭവം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മുടെ മറ്റു പല വാഹനങ്ങളും ടോപ്പ് എൻഡ് വാഹനങ്ങൾ കണ്ടിരുന്ന അല്ലെങ്കിൽ പ്രീമിയം വാഹനങ്ങൾ കണ്ടുവന്നിരുന്ന എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ 4 വീലുകളിലും ഡിസ്ക് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അഡാസ് ഇല്ലാത്ത എല്ലാ കാര്യങ്ങളും ഉണ്ട്. എല്ലാമെന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതൊരു ഗംഭീര കാര്യമാണ്. സെൻസേഴ്സ്, പാർക്കിംഗ് സെൻസേഴ്സ് പോലുള്ള കാര്യങ്ങൾ അതും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അഡാസ് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വാങ്ങിക്കാവുന്ന ഒരു വാഹനമാണെന്നുള്ളത് യാതൊരു സംശയവുമില്ല. പിന്നെ ഓഫ് റോഡ് പോകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ആവശ്യമുള്ളൂ. ഇൻറ്റീരിയർ ബ്ലാക്കാണ് താല്പര്യമെങ്കിലും ഈ ഒരു വാഹനത്തിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ എന്തായാലും ഈ താറിൻ്റെ റോക്സും രണ്ടും ഓടിക്കുന്ന എപ്പോഴും ഒരു രസമുള്ളൊരു അനുഭവമാണ്. ഇതിൻ്റെ ആ ഒരു സീറ്റിംഗ് പൊസിഷനും അതിൻ്റെ ഒരു മാൻലി ഫീലും എന്നൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും അമ്പരപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഞാനിപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രദ്ധിക്കുകയായിരുന്നു, ധാരാളം സ്ത്രീകളിപ്പോൾ താർ റോക്സ് ഓടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. സ്ത്രീകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വാഹനമാണ് റോക്സ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ വില കുറച്ച് എല്ലാ ഫീച്ചേഴ്സും ഉള്ള ഒരു റോക്സിലേക്ക് നിങ്ങൾക്ക് പോകണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർ എഡിഷൻ ഉണ്ട്. അപ്പോൾ ഇനി വിലയിലേക്ക് പോവുകയാണെങ്കിൽ 3 വേരിയൻസ് ആണ് ഈ ഒരു വാഹനത്തിനുള്ളത്. ഒന്ന് 2 വീൽ ഡ്രൈവ് ഡീസൽ മാനുവൽ, അതിന് 16,85,000 രൂപയാണ് എക്സ്ഷോറൂം വില. അടുത്തത് ഡീസൽ ഓട്ടോമാറ്റിക്, അതും 2 വീൽ ഡ്രൈവ് ആണെന്ന് അറിയാമല്ലോ, അതിന് 18,30,000 രൂപ. പിന്നെ പെട്രോൾ ഓട്ടോമാറ്റിക് 2 വീൽ ഡ്രൈവ്, അതിന് 17,85,000 എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഓൾ വീൽ ഡ്രൈവ് ഏറ്റവും ടോപ്പ് എൻഡ് മോഡലായിട്ട് നോക്കുമ്പോൾ ഏതാണ്ട് 4 ലക്ഷം രൂപയിലധികം കുറവുണ്ട് ഈ ഒരു വാഹനത്തിനാണ്. പക്ഷേ ഈ ഒരു 4 ലക്ഷം രൂപയ്ക്ക് ഇല്ലാതെ പോകുന്നത് ഞാൻ ഈ പറഞ്ഞ പോലെ അഡാസിൻ്റെ ലെവൽ 2 ഫീച്ചേഴ്സും അതുപോലെ തന്നെ ഓൾ വീൽ ഡ്രൈവ് അതും ഇല്ല, അത് 2 വീൽ ഡ്രൈവ് ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും ആവശ്യമില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വാങ്ങിക്കാവുന്ന 4 ലക്ഷം രൂപ വില കുറച്ച് വാങ്ങിക്കാവുന്ന ഒരു വാഹനമാണ്. അത് തന്നെയാണ് കമ്പനി ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഇത്രയും വില കുറച്ച് ഈ 2 സൗകര്യങ്ങളില്ലാതെ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു റോക്സ്, അതാണ് കമ്പനി ഉദ്ദേശിക്കുന്നത്. പിന്നെ ഫുൾ ബ്ലാക്ക് ഇൻറ്റീരിയറും ഇത്തരത്തിലുള്ള ഈ ബ്ലാക്ക് ഗ്രില്ല് പോലുള്ള കാര്യങ്ങളും ബ്ലാക്ക് അലോയ് വീല് അത്തരം കാര്യങ്ങളും എല്ലാം ഇതിനൊരു ഭംഗി വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ പല വേരിയൻസ്, തരക്കാർക്ക് വേണ്ടി പല വേരിയൻസ് അത് തന്നെയാണ് കമ്പനി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ 2-3 കുറവുകൾ ഒഴിച്ചു നിർത്തി 4 ലക്ഷം രൂപയ്ക്ക് കുറച്ച് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു റോക്സ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്ന സ്റ്റാർ എഡിഷൻ. ഇതിന് 4 കളേഴ്സ് ഉണ്ട്. അതിൻ്റെ ഒരു പുതിയ യെല്ലോ വന്നിട്ടുണ്ട്, അത് നല്ല രസം. അത് പക്ഷേ അത് ഡീലർഷിപ്പിൽ ഇല്ലായിരുന്നു, അല്ലെങ്കിൽ അത് എടുക്കുമായിരുന്നുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ യെല്ലോ, പിന്നെ റെഡ്, ബ്ലാക്ക്, വൈറ്റ്, ഇങ്ങനെ 4 കളേഴ്സിലാണ് സ്റ്റാർ എഡിഷൻ കിട്ടുക. നിങ്ങൾ സ്റ്റാർ എഡിഷൻ എന്നുള്ള ബാഡ്ജിങ് നോക്കിയാൽ അറിയാം അത് സ്റ്റാർ ആണോ അല്ലോ എന്നുള്ള കാര്യം. പക്ഷേ ആ ഒരു യെല്ലോ ഫിനിഷ് എന്ന് പറയുന്നത് സ്റ്റാറിൻ്റെ ഒരു സ്പെഷ്യൽ കളർ തന്നെയാണ്. അപ്പോൾ വാഹനം ഇപ്പോൾ ഡീലർഷിപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. എല്ലാവരും പോയി കാണുക, താല്പര്യമുള്ളവർ വാങ്ങിക്കാം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വീഡിയോ ഉണ്ട്. എല്ലാവർക്കും നന്ദി, ബൈ.